നീ എന്നെ തെറ്റിദ്ധരിച്ചതാ. എന്റെ മോളാണ് സത്യം. നിന്റെ ഭാര്യയുടെ അപമര്യാദയായി പെരുമാറിയിട്ടില്ല. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. മിണ്ടാതിരുന്നോ, അതാ നിനക്ക് നല്ലത്. നീ നിന്റെ മോളെ പിടിച്ച് സത്യം ചെയ്ത പോലെ ഞാൻ എന്റെ ഭാര്യത്തോട് സത്യം ചെയ്യാം. നീ അപമര്യാദയെ പെരുമാറി, അതെനിക്കറിയാം. നിന്റെ ഭാര്യ നുണ പറഞ്ഞതാ. ഓടാ, എന്റെ ഭാര്യ നുണ പറയില്ല. അവളെ PWD ചീഫ് എഞ്ചിനീയറാ. എടാ, നീ പറയുന്നതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? PWD ചീഫ് എഞ്ചിനീയർ ആണെന്ന് വെച്ച് നുണ പറയാൻ പാടില്ല. ഒന്നും മനസ്സിലാക്കാതെ കുറച്ച് മെച്ചൂർഡായിട്ട് ചിന്തിക്കടാ. ആരാടാ മെച്ചൂരിറ്റി ഇല്ല സംസാരിക്കുന്നത്? നീയാ. എനിക്ക് പെരുത്തങ്ങ് വരുന്നുണ്ട്. മിണ്ടായിരുന്നോണം. ഞാനില്ലാതെ എന്റെ മോള് കരഞ്ഞ് വാശി പിടിക്കുന്നുണ്ടാവും. അപ്പൊ എന്റെ കാര്യോ? എന്റെ ഭാര്യയുടെ കൂടെ ഞാനില്ലാതെ പാവം ഒറ്റയ്ക്കിരുന്ന് കരയുന്നുണ്ടാവും. അവന്റെ ഒരു ആപ്പിള്. നീ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ ഭാര്യയായിരുന്നോ? ഈ ജന്മത്തിൽ എന്റെ ശത്രുവാൻ. ഓരോ രാത്രി മിസ്സാവുമ്പോ ഇല്ലാതാവുന്നത് ഞാൻ മനസ്സിൽ കരുതി വെച്ച സ്വപ്നങ്ങളാ. എല്ലാം നശിപ്പിച്ചില്ലേ നീ? കൃത്യസമയത്ത് കേറി വന്ന് വഴക്കുണ്ടാക്കി എന്റെ ഈ രാത്രി കളഞ്ഞു. നിന്നെ ഞാൻ വിടില്ലടാം. ഞാനില്ലാതെ എന്റെ ഭാര്യ പാവം ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടാവില്ല. അറിയോ നിനക്ക്? എനിക്കും ഉണ്ട് ഭാര്യയും മോളും ഒക്കെ. അവരെ കുറിച്ച് ഓർത്ത് എനിക്കും വിഷമമുണ്ട്. അതൊക്കെ മേലെയാടാ എന്റെ ഫീലിങ്സ്. അതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. അവനിത് വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ ടെമ്പർ അടിക്കരുത്. നീ മാപ്പ് എഴുതി കൊടുത്താ ഇപ്പൊ തന്നെ റിസോർട്ടിലോട്ട് പോവാം. അതാ ഞാനും പറഞ്ഞേ, മാപ്പ് എഴുതി കൊടുക്ക. നീ തെറ്റിയാത്ത ഞാൻ എന്തിനു മാപ്പ് എഴുതി കൊടുക്കണം? അപ്പൊ ഒന്നും ചെയ്യാത്ത മാന്യനായ ഡീസന്റായ ഞാൻ മാപ്പ് എഴുതി കൊടുക്കണോ? ചിന്തോടെ ഇത്. ഇതിനൊരു മരമണ്ടനാണല്ലോ. എന്താ നീ ഇപ്പൊ പറഞ്ഞേ? എനിക്കിങ്ങനെ ലോക്കപ്പിൽ കിടന്ന് ശീലമില്ല. ഓഹോ, അപ്പൊ ഞാൻ സ്ഥിരം ഇതിനകത്താണല്ലോ കിടക്കുന്നത്. ഞാൻ എന്റെ കാര്യമോ പറഞ്ഞു. എന്റെ അച്ഛനും അമ്മയും എന്നെ നല്ല രീതിയിലാണ് വളർത്തിയത്. അത് ശരി. അപ്പൊ എന്റെ അച്ഛനും അമ്മയും എന്നെ മോശമായിട്ട് വളർത്തിയെന്നല്ലേ? ഞാൻ എന്റെ കാര്യമോ പറഞ്ഞത്. പ്ലീസ് വിട്. റിസോർട്ടിൽ വെച്ച് അടി ഉണ്ടാക്കിയതിനാണ് നമ്മൾ ഇതിനകത്ത് കിടക്കുന്നത്. ഇനി ഇവിടെ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ ജയിലിലായിരിക്കും. അതുകൊണ്ട് മിണ്ടാതിരിക്കും. PWD ചീഫ് എഞ്ചിനീയർ ശ്രേയ മാഡത്തിന്റെ ഹസ്ബൻഡ് ആരാണ്? ഇവനാ സാർ. എന്താ എനിക്ക് പറയാറുണ്ടേ? ഞാനാ സാർ. എടോ, ആരെ അകത്തിടണമെന്ന് എനിക്കറിയില്ലേ? സാറ് പറഞ്ഞിട്ടാ. എങ്കിൽ തുറക്ക്. നിന്നോട് ആരാ ഇറങ്ങാൻ പറഞ്ഞേ? കേറാത്ത സാർ, ഞങ്ങൾ ഒരുമിച്ച് അകത്തായത്. എന്ന് വെച്ചേ ഒരുമിച്ച് പുറത്തിറങ്ങണമെന്നുണ്ടോ? കേറാത്ത നിങ്ങളിങ്ങോട്ട് വരൂ. ഞാൻ വന്നു.